പ്രഭാസ് നായകനായ കൽക്കി എന്ന ചിത്രത്തിലൂടെ ഇന്ത്യൻ സയൻസ് ഫിക്ഷന്റെ നിലവാരം ഉയർത്തിയ പ്രതിഭാധനനായ ടോളിവുഡ് സംവിധായകനാണ് നാഗ് അശ്വിൻ. കൽക്കിയുടെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ എഴുത്തിൽ മുഴുകിയിരിക്കുകയാണ് അശ്വിൻ നിലവിൽ. പ്രോജക്ടിന്റെ തിരക്കിലാണെങ്കിലും അശ്വിൻ വിദ്യാർത്ഥികളുമായി സംവദിക്കാനും സിനിമയെക്കുറിച്ചുള്ള തന്റെ ചിന്തകൾ പങ്കിടാനും സമയം കണ്ടെത്താറുണ്ട്. ഇൻസെപ്ഷൻ സമാനമായ ഒരു ആശയം എനിക്കുമുണ്ടായിരുന്നു. നോളന്റെ സിനിമ സ്വപ്നങ്ങളെക്കുറിച്ചാണെങ്കിൽ എന്റേത് ചിന്തകളെക്കുറിച്ചായിരുന്നു. 2008 ഞാനത് കൊണ്ടുവന്നു. എന്നാൽ ഇൻസെപ്ഷന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ആ ആശയം ഉപേക്ഷിച്ചു. അതെന്നെ വളരെയധികം ബാധിച്ചു. ഒരാഴ്ചത്തേക്ക് ഞാൻ വിഷാദാവസ്ഥയിലായി, അദ്ദേഹം പങ്കുവച്ചു. ഞാൻ ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം കൽക്കിയെക്കുറിച്ചും വാചാലനായി. ഒരു 6 ആക്ട് പസിൽ പോലെ കൽക്കിയെ ആരെങ്കിലും വിശകലനം ചെയ്താൽ ഓരോ രംഗത്തിനും മാസങ്ങളുടെയും എന്തിന് വർഷങ്ങളുടെ വരെ ആസൂത്രണം പോലും വേണ്ടി വന്നതായി അവർ കണ്ടെത്തും. എഴുത്താണ് നട്ടെല്ല് രൂപപ്പെടുത്തുന്നത്. അതാണ് സിനിമയെ വിജയിപ്പിച്ചത്. ചലച്ചിത്ര നിർമ്മാണത്തിൽ എയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ചും അശ്വിൻ പരാമർശിച്ചു. കൽക്കിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എ ഉപകരണങ്ങൾ ഇതിനകം തന്നെ വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് അത് വളരെയധികം വികസിച്ചു. എ ഉപയോഗിച്ച് ആളുകൾ ട്രെയിലറുകൾ സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും അതിനെ നയിക്കാൻ ഒരു സൃഷ്ടിപരമായ മനസ്സ് ആവശ്യമാണ്. കൽക്കിയുടെ രണ്ടാം ഭാഗം ഒഴികെ നാഗ് അശ്വിൻ പുതിയ പ്രോജക്റ്റുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.